ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലായിട്ടാണ്. ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത് വലിയ ഉള്ളി വെച്ചിട്ടാണ്, നമ്മുടെ സവാള വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ശരിയായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും പൊക്കളയരുത്. നമ്മുടെ ഇന്നസെൻ്റ് അങ്കിൾ പറയുന്ന പോലെ ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആരും പൊക്കളയരുത്. അതുപോലെയല്ല ഈ ഒരു ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും ഇതങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരച്ച് നമ്മുടെ എണ്ണയിൽ അങ്ങ് ഇട്ട് കാച്ചെടുക്കുന്ന എണ്ണയായിരിക്കും മിക്കവരും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ രീതി തന്നെ വേറെയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ല ചുവന്നിരിക്കുന്ന ആ ഒരു കളറ് വേണ്ടിട്ട് എടുക്കാനായിട്ട്. വെളുത്തിട്ടുള്ള ഒരു ഉള്ളിയൊന്നും എടുക്കരുത്. കുറച്ച് നല്ല ചുമന്നായിട്ടുള്ള ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുപോലെ നല്ല ഒരു ചുമന്ന കളറിലുള്ള 2 ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെള്ളത്തിൽ അങ്ങിട്ട് നല്ലവണ്ണം കഴുകുക കേട്ടോ. മേലത്തെ തൊലിയോ അതിൻ്റെ പൂവോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു തോലോടുകൂടി തന്നെ നല്ലവണ്ണം അങ്ങ് കഴുകി വൃത്തിയാക്കുക. ഓക്കെ, അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളം അങ്ങ് കളഞ്ഞ് ബാക്കി കുറച്ച് നല്ല വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് കുക്കറിനകത്തേക്ക് ഇട്ടങ്ങ് വേവിച്ചെടുക്കണം. ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതി ഇട്ടത്. ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം. നമുക്ക് ഈ ഒരു ഉള്ളിനെ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഉള്ളി വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതങ്ങ് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഉള്ളി നല്ലവണ്ണം അങ്ങ് വെന്തിട്ട് വന്നിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത് നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു മേൽഭാഗത്തുള്ള ആ ഒരു തോലങ്ങ് നീക്കം ചെയ്യണം. അപ്പോൾ നല്ല ചൂടുണ്ടിട്ട ഉള്ളി, ആ ചൂടോട് തന്നെ നമുക്ക് അങ്ങ് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ട് വേവിച്ചെടുത്ത വെള്ളം ഉണ്ടത് ഈ അടിയിൽ കാണുന്നത്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ടാണത് വേവിച്ചെടുത്തത്. അപ്പോൾ അതിനുണ്ടാകുന്ന വെള്ളമാണത്. ഈ വെള്ളം നമുക്ക് തലയിൽ കഴുകാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് ഇത് കിട്ടുക. ഉള്ളിൻ്റെ അകത്ത് മാത്രമല്ല നമ്മുടെ ഈ ഉള്ളിത്തോട് കൊണ്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കളയരുത് ആരും. നമുക്ക് തലയിൽ ഒഴിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉള്ളിയുടെ മേൽഭാഗത്തുള്ള ആ തോലെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളി നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് മിക്സി ബൗളിനകത്തിട്ടങ്ങ് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാനിതങ്ങ് ചെയ്തോട്ടെ. അപ്പോൾ എനിക്കിതിങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഉള്ളിയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൾഫറാണ് നമ്മുടെ മുടിയിൽ നമുക്ക് നന്നായിട്ട് മുടി വളരാനായിട്ടും അതുപോലെ തന്നെ നരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് അടങ്ങിയിട്ടുള്ള സൾഫർ. അപ്പോൾ സൾഫർ മാത്രമല്ല, നമ്മുടെ ഉള്ളിനകത്ത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൾഫറാണ് ഇതിന് മെയിൻ താരം. അപ്പോൾ ഈ താരത്തിനെയാണ് നമ്മൾ എണ്ണയിൽ നേരിട്ടങ്ങ് ഇട്ട് ഈ പച്ചയ്ക്ക് അങ്ങോട്ട് അരച്ച് നേരിട്ടങ്ങ് ഇട്ടുമ്പോൾ ആ സൾഫർ അങ്ങ് അതിനകത്തുനിന്നും നമ്മൾ എന്താ പറയുക, എണ്ണയിലകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സൾഫർ ഒന്നുമില്ല. സൾഫർ അങ്ങ് ചത്തുപോയിക്കോളും. അപ്പോൾ ഒന്നും തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയെടുത്തിട്ട് അതുപോലെ മിക്സി ബൗളിലിട്ട് അങ്ങ് അരച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൾഫർ എവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടാകും. എന്നിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിതവിടെ മിക്സി ബൗളിലൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒരുപാട് അങ്ങ് ചൂടാവുന്ന ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് ചൂടാകുമ്പോഴേക്കും നമുക്കിവിടെ അരച്ച് വെച്ചിരുന്ന ഉള്ളിയോടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ലോ ഫ്ലെയിമിൽ അങ്ങിട്ട് വേണം ഇതങ്ങ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി അങ്ങ് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തതെല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ എണ്ണ കാച്ചുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ നേരത്തെ ഓൾറെഡി കുറച്ച് എണ്ണ കാച്ചുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതങ്ങ് നോക്കിയും കണ്ടൊക്കെ അങ്ങ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കാച്ചുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്കായിരിക്കും ബാധിക്കുക കേട്ടോ. നമ്മൾ കാച്ചുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ അകാലം നരയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. താരനുണ്ടെങ്കിൽ താരം പോകാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല നീളത്തിൽ വളരാനായിട്ടും നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ വേറൊരു കാര്യത്തിലും കൂടി നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളിയിൽ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഉള്ളി നേരിട്ടങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എണ്ണ കാച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൾഫർ എന്നൊരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റാണ് നമ്മൾ ഈ ഒരു എണ്ണയിൽ ഇടുന്ന മൂലം അത് ഇല്ലാതായി പോകുന്നത്. അതുപോലത്തെ വേറൊരു പരിപാടിയാണ് നമ്മുടെ മഞ്ഞളിൽ ധാരാളം കുറുക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഫേസിൽ നിറം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ
കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, മഞ്ഞൾ ഇതുപോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് ആ മഞ്ഞൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ. മാക്സിമം നമ്മൾ ഉള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ മഞ്ഞളായിക്കോട്ടെ നേരിട്ട്, അതായത് നേരിട്ട് പച്ചയായിട്ട് കഴിക്കാനായിട്ടും, അതുപോലെ തന്നെ ഉള്ളിയുടെ ജ്യൂസ് പച്ചയായിട്ട് ജ്യൂസാക്കിയിട്ട് ഫ്രഷായിട്ട് അപ്പം തന്നെ അരച്ച് അതിൻ്റെ ആ ജ്യൂസ് ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അതല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ഉള്ളിനെ പുഴുങ്ങിയിട്ട് നമുക്ക് ഒരു എണ്ണ കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു മഞ്ഞളുടെ കാര്യമാണ്. മഞ്ഞൾ നമ്മൾ അത് കഴിക്കാനായിട്ടും അതുപോലെ നമ്മുടെ ഫേസിലിടാനും നമ്മുടെ ദേഹത്ത് തേക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ കുറുക്കുമീനാണ് നമുക്കിതിൻ്റെ പറഞ്ഞ നിറം വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കുറുക്കുമീനാണ് തേടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന മഞ്ഞളിനെ ഒന്നിലേക്ക് ചതയ്ക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മളതങ്ങ് വെയിലത്ത് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു കുറുക്കുമീൻ ഈ വെയിലിൻ്റെ ആ ഒരു ചൂട് കാരണം അതെല്ലാം നഷ്ടമാകും. നമുക്ക് വെറും ഇതിൻ്റെ കുറുക്കുമീൻ്റെ ചെറിയൊരു അളവിലുള്ള ആ ഒരു സംഭവം മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഈ വെയിൽ വെക്കുന്ന മൂലം കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് പോയി കിട്ടും. ആ ചെറിയൊരു അളവിൽ മാത്രമേ നമുക്ക് ആ മഞ്ഞളിൽ കുറുക്കുമീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മഞ്ഞളെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ഉള്ളി എങ്ങനെ ചെയ്തത് പുഴുങ്ങാനിട്ടില്ലേ നമ്മൾ പ്രഷർ കുക്കറിൽ, അതുപോലെ ഈ ഒരു മഞ്ഞളിലും പുഴുങ്ങാനിടുക. എന്നിട്ട് ആ പുഴുങ്ങിയെടുത്ത ആ വേവിച്ചെടുത്ത മഞ്ഞളിനെ ജസ്റ്റ് ചതയ്ക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്തിട്ട് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന കുറുക്കുമീൻ എവിടെയും നഷ്ടമാവില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഡബിൾ ഇരട്ടിയായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടും നമുക്ക് ഇരട്ടിയായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ അതിൽ അടങ്ങിയ കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്, അതിലൊന്നും നഷ്ടമായിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ നിങ്ങളിങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് മഞ്ഞൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളി ഇതാ നല്ലവണ്ണം ഉള്ളിയൊക്കെ നല്ല കരിയല്ല ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ. അതിൻ്റെ പതയൊക്കെ നല്ലവണ്ണം അങ്ങ് താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ താഴ്ന്നു വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ പതയൊക്കെ നല്ല താഴ്ന്നു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിയുടെ പരുവം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കിയിടാം കേട്ടോ. ബാക്കി ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ഉള്ളി മൊരിഞ്ഞോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കങ്ങ് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്, ഓഫാക്കിയിടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ബോട്ടിലാക്കാം. ഗൈസ്, ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് ഈ അടുത്ത് കാണുന്നത് ഓയിലല്ല, വെള്ളമാണ്. നമ്മൾ ഉള്ളി പുഴുങ്ങാനിട്ടിട്ടുള്ള ആ വെള്ളമില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഇതാരും തന്നെ കളയെടുത്ത് കുളിക്കുന്ന സമയത്ത് തലയിൽ ഒഴിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ആരും തന്നെ ഈ ഒരു വെള്ളം കളയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ദിവസമോ അല്ലെങ്കിൽ സമയമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതല്ല നിങ്ങൾക്കിത് ദിവസേന ഉപയോഗിക്കണം അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.